വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് പറയാം. എന്റെ ഇതിനു മുന്നേ ഉള്ള സിനിമകളുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അതൊക്കെ കൊണ്ട് അത് വെച്ച് കമ്പയർ ചെയ്തിട്ട് ഇതുപോലുള്ളൊരു നല്ല സിനിമ നിങ്ങൾ കാണാതിരിക്കരുത്. ഇത് നല്ലൊരു സിനിമയാണ്, കാണണം. കാര്യം ഇതിന്റെ അകത്തുനിന്ന് നിങ്ങളെ തിയേറ്ററിലേക്ക് എത്തിക്കാതിരിക്കാനുള്ള ഒരു കാരണം ഞാനാണെങ്കിൽ പ്ലീസ് അത് മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഈ സിനിമ ഒന്ന് കണ്ടു നോക്കണം. അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ റിലീസായി. അപ്പം രോഹിത് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഉടനെ തന്നെ തിയേറ്ററുകളിൽ നിന്ന് പോകും, അതിനു മുന്നേ കണ്ടോളാൻ. അപ്പൊ അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഞങ്ങളുടെയൊക്കെ ഒരുപാട് പേരുടെ കഷ്ടപ്പാട് അങ്ങനെ തന്നെ പറയാം ഉണ്ട് ഈ സിനിമയിൽ. കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സിനിമ ഫോളോ ചെയ്യുന്നവർക്കെല്ലാം അറിയാം. ഓൾമോസ്റ്റ് ഒരു 2 വർഷം കൊണ്ട് ഫേസ്ബുക്കിൽ ഓമനക്കുട്ടനെ പറ്റിയിട്ടുള്ള ഷൂട്ട് തുടങ്ങിയതും ഷെഡ്യൂൾ ബ്രേക്ക് ആയതും എല്ലാം ഓമനക്കുട്ടന്റെ വിശേഷങ്ങൾ നിങ്ങൾ അറിയുന്നുണ്ട്. അപ്പൊ എന്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചു എന്താണ് പടം ഇറങ്ങാത്തത്, പടത്തിന്റെ പ്രശ്നം എന്താണെന്നൊക്കെ ചോദിച്ചു. പക്ഷെ അതെല്ലാം ഓവർകം ചെയ്ത് ഇപ്പൊ പടം തിയേറ്ററിലെത്തി. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ ഒരുപാട് നല്ല തിയേറ്ററുകളിലോ അല്ലെങ്കിൽ ഭയങ്കരമായ ഒരു പബ്ലിസിറ്റി ഒന്നും കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് പലർക്കും കാണാൻ പറ്റിയിട്ടില്ല. പലരും ഇതുവരെ ഈ സിനിമ ഇറങ്ങിയത് അറിഞ്ഞിട്ടില്ല. തിയേറ്ററുകളിൽ മികച്ച അഭിപ്രായം നേടിയിട്ടും അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ എന്ന പുതിയ സിനിമയ്ക്ക് തിയേറ്ററുകളിൽ സംഭവിച്ചിരിക്കുന്ന ഒരു വലിയ ദുരവസ്ഥ തന്നെയാണ്. ആസിഫ് അലി ചിത്രത്തിന്റെ പ്രമോഷൻ ഒന്നും വന്നിട്ടില്ല എന്നതാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന ഏറ്റവും വലിയ പരാതി. എന്നാൽ ഇതിനെതിരെ ആസിഫ് അലി തന്നെ ഫേസ്ബുക്ക് ലൈവ് വന്നിട്ട് തന്റെ അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ്. ഇതൊരു ആസിഫ് അലി ചിത്രമായിട്ട് മാത്രം വിലയിരുത്തേണ്ട എന്ന് കരുതിയിട്ടാണ് പ്രചാരണ പരിപാടികളിൽ നിന്നും വിട്ടുനിന്നെന്നും തന്റെ ബാക്കിയുള്ള ചിത്രങ്ങളെ താരതമ്യം ചെയ്താണ് സിനിമ കാണാതിരിക്കുന്നതെങ്കിൽ ആസിഫ് അലി എന്ന നടനെ മറന്ന് സിനിമ കാണണമെന്നുമാണ് ആസിഫ് അലി പറയുന്നത്. ആസിഫ് അലി എന്തുകൊണ്ടാണ് ഈ പടം പ്രൊമോട്ട് ചെയ്യാത്തതെന്ന് അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. ഇത് എന്റെ പടമാണ്. ഞാനിതിന് കൊടുത്തിട്ടുള്ള TV ഇന്റർവ്യൂസിലെല്ലാം ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടാണ് ഒരു ക്യാരക്ടർ റോള് ട്രൈ ചെയ്യുന്നത്. എന്റെ ഏറ്റവും പേഴ്സണൽ ആയിട്ടുള്ള സിനിമകളിലൊന്നാണ്. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ പ്രൊമോഷന് ഞാൻ ഇറങ്ങിയില്ല എന്ന് പറഞ്ഞിട്ട് അത് ഒരു ന്യൂസ് ആക്കേണ്ട ആവശ്യമില്ല. കാര്യം ഇതുവരെ ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ ഹണിബിക്ക് വരെ എന്റെ ഏറ്റവും എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ രീതിയിലും ചാനൽ പ്രൊമോഷൻസ് ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും ഒക്കെ പേഴ്സണലി പോലും ഞാൻ ആളുകളെ കാണുമ്പോൾ പറയാറുണ്ട്. ഒരുപാട് പേര് എന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്നൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞു. അതൊക്കെ ശരിക്കും ഒരു ടീം വർക്കിന്റെ സക്സസ് ആണ്. എനിക്കത് രോഹിത്തിനോടും സമീറിന്റെ അടുത്തും അഖിലിന്റെ അടുത്തും ഞങ്ങളുടെ ലിവിമാൻ എഡിറ്റർ അവരോടൊക്കെ ഒരുപാട് താങ്ക്സ് പറയണം. പിന്നെ ഭാവനയുടെ സപ്പോർട്ട് ഭയങ്കരമായിട്ട് ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിലാണ് ഭാവന ഷൂട്ട് ചെയ്യാൻ വന്നിട്ടുള്ളത്. പിന്നെ തിയേറ്ററിൽ കാണുമ്പോൾ ഇതിന്റെ ഫസ്റ്റ് ഹാഫിൽ ലാഗ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അത് നമ്മള് റിലീസിന് മുന്നേ ഈ സിനിമ കണ്ട എല്ലാവർക്കും ആ ലാഗ് ഫീൽ ചെയ്തതാണ്. പക്ഷെ ഈ സിനിമ നറേറ്റ് ചെയ്യുമ്പോൾ ആ ലാഗ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അത് രോഹിത്തിന് അത് വേണം എന്ന് ഉറപ്പിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ ആരും ഇതിന്റെ പ്രൊഡ്യൂസറിന്റെ സൈഡിൽ നിന്നോ ഞങ്ങളുടെ സൈഡിൽ നിന്നോ ആരും ഒരു പ്രഷറും കൊടുക്കാതെ രോഹിത്തിന് അബ്സല്യൂട്ട് ഫ്രീഡം കൊടുത്തിട്ടാണ് ഈ സിനിമ നമ്മൾ ചെയ്തിട്ടുള്ളത്.